പി ജയരാജൻ വധശ്രമക്കേസിൽ പ്രതികൾക്കും സർക്കാരിനും സുപ്രീംകോടതിയുടെ നോട്ടീസ്. പ്രതികളായ RSS പ്രവർത്തകർ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജികളിൽ മാർച്ച് 3 വാദം കേൾക്കും. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, പറയൂ, എന്തെല്ലാം വിവരങ്ങളാണ് സുപ്രീംകോടതിയിൽ നിന്നെത്തുന്നത്? അസ്മിത, ഈ പി ജയരാജനെ വധശ്രമ കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിന് പിന്നാലെ പി ജയരാജനും ഈ കേസിലൊരു അപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിലെ എതിർ കക്ഷികൾക്കും പ്രതികൾക്കും ഒപ്പം തന്നെ മറ്റുള്ളവർക്കും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട മറുപടി സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം ഈ മറുപടി സമർപ്പിക്കാനും മാർച്ച് 3 വിശദമായി ഇതിൽ വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പി ജയരാജൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ ആക്രമണത്തിൽ തനിക്ക് ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചത്. ഒരുപക്ഷെ ഈ തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത് എന്നൊരു വാദം വരെ ഉന്നയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും മാർച്ച് 3 ഈ കേസിൽ വിശദമായ വാദം സുപ്രീം കോടതി കേൾക്കും. ശരി. 1999 ഓഗസ്റ്റ് 25 തിരുവോണനാളിൽ പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നോട്ടീസ് എത്തിയിട്ടുള്ളത്. പ്രതികളായ RSS പ്രവർത്തകർ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.